എന്നോടൊരു 30 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ബുദ്ധി വികസിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? തനിക്കിത്തിരി ബുദ്ധി കുറവുണ്ടെന്ന് തൻ്റെ മുതലാളി, താൻ ജോലി ചെയ്യുന്നത് വിദേശത്താണ്, അയാളൊരു NRI ആണ്. അങ്ങനെ തനിക്കൊരു ബുദ്ധി കുറവുണ്ട്, സ്പോണ്ടാനിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല, മുതലാളി ഉദ്ദേശിക്കുന്ന കണക്ക് വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ വിമർശിക്കുന്നു, പഴിചാരുന്നു, വഴക്ക് പറയുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്നു എന്നതൊക്കെയാണ് ഈ പാവത്തിൻ്റെ പരാതി. ഇവിടെ സത്യത്തിൽ ഞാൻ അയാളുമായിട്ട് വർത്തമാനം പറഞ്ഞു, കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലാക്കി. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ശരാശരി ബുദ്ധിയും വിവേചന ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഇയാൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു, സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം ഉണ്ടായ അവസ്ഥയ്ക്ക് വിദേശത്ത് ജോലി തേടിപ്പോയി, അവിടെ ജോലി ചെയ്യുന്നു. സത്യത്തിൽ ഈ കട മുതലാളി മലയാളിയാണ്. അയാളെ സംബന്ധിച്ചോളം അയാൾ അവിടെ ഒരുപാട് റിസ്ക് എടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അന്യനാട്ടിൽ അവിടുത്തെ ലൈസൻസിങ് ഒക്കെ മറ്റൊരു നിയമവ്യവസ്ഥതയാണല്ലോ, റിസ്ക് ഭയങ്കരമാണ്. അവിടെ ഒരു നമ്മളിവിടുത്തെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. റിസ്ക് ഒരുപാടുണ്ട് അങ്ങേർക്ക്. അപ്പം അങ്ങേരുടെ ആകുലതയും വ്യാകുലതയും ഭയവും വെപ്രാളവും ഉത്കണ്ഠയെല്ലാമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫ്സിനോട്. അതിൽ ഒരു പ്രധാന സ്റ്റാഫാണ് ഇയാൾ. അപ്പോൾ ആർക്കാണ് ബുദ്ധി അല്ലെങ്കിൽ ആർക്കാണ് ബുദ്ധി കുറവ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തി വിമർശിച്ച് വഴക്ക് പറഞ്ഞ് പഴിചാരിയിട്ട് അർത്ഥമില്ലല്ലോ. അതിനാൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്തുക, വിമർശിക്കുക എന്നതുകൊണ്ട് മാത്രം എനിക്കിനി ബുദ്ധിയില്ലേ, ഇങ്ങനെ പറയുന്നത് ശരിയാണോ, എനിക്കിനി വിവേചന ബുദ്ധിയില്ലേ എന്ന ഒരു സംശയത്തിലേക്ക് ഇയാൾ അധപതിച്ചു. അതാണ് വാസ്തവികത. അതുകൊണ്ട് സത്യത്തിൽ ബുദ്ധിയെ നമുക്ക് അളക്കാൻ അളവുകോലില്ല എന്നതാണ് സത്യം. ഇപ്പം നമുക്ക് സൈക്കോളജിയിൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഉണ്ട്, ഇമോഷണൽ കോഷ്യൻ്റ് ഉണ്ട്, സ്പിരിച്വൽ കോഷ്യൻ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അത് മറ്റൊരു തലം. എന്നിരുന്നാലും നമുക്ക് ആരുടെയും ബുദ്ധി അളക്കാൻ സത്യത്തിൽ സാധ്യമല്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ഓരോ കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ അനുഭവം, അവരുടേതായ തിങ്കിങ് എബിലിറ്റി, നമ്മുടെ കോഗ്നിറ്റീവ് എന്ന് പറയും, തിങ്കിങ് എബിലിറ്റി, അത് നമുക്കൊരിക്കലും ചില കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. ആരും പൂർണ്ണരല്ല, ആരും തന്നെ തികഞ്ഞവരല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അവരുടേതായ കുറവും കൂടുതലുകളും ഉണ്ട്. അതിനാൽ ബുദ്ധി എന്നത് ജന്മനാലുള്ള ചില വിഷയങ്ങൾ ചിലരിലുണ്ടെങ്കിലും അല്ലാതെ ഓരോരുത്തരും വളരുന്ന സാഹചര്യം, സമ്മർദ്ദം, പിരിമുറുക്കം, ഉത്കണ്ഠ, ആകുലത, വ്യാകുലത എന്നിവയൊക്കെ ശരാശരി ബുദ്ധിക്ക് ഒരാളുടെ ബുദ്ധി പ്രവർത്തിക്കാൻ, കാരണം അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ് വിമർശിച്ചിട്ട് അർത്ഥമില്ല. ജനിതകമായിട്ടും പാരമ്പര്യമൊക്കെ ഉണ്ട്, പിന്നെ ഓരോരുത്തരുടെ വിദ്യാഭ്യാസം, യോഗ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റ് തലങ്ങളാണ് ഭൗതിക തലത്തിൽ. ആധ്യാത്മികമായിട്ട് എല്ലാവരിലും ഒന്ന് തന്നെയാണ്. അതിനാൽ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിയാണ്, മറ്റൊരാൾക്ക് അത്ര ബുദ്ധിയില്ല എന്ന് ചിന്തിക്കാതിരിക്കൂ. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആരാണ് മോശം? നമ്മൾ പക്ഷേ ഓരോരുത്തരുടെ സ്കിൽ, നിപുണത പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത്. പിന്നെ ഈ പറഞ്ഞ ആ ഒരു NRI മുതലാളിക്ക് അങ്ങേരുടെ ബുദ്ധി കുറവല്ല, അങ്ങേരുടെ ഉള്ളിലെ ഭീതിയും പേടിയെല്ലാം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങേരുടെ ഭയപ്പാട് ആ ബിസിനസ് നന്നായിട്ട് പോകണം, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, റിസ്ക് ഒരുപാടുണ്ട്. അതിൻ്റെ ആകുലതയിലാണ് മറ്റൊരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. കൂടുതൽ ബുദ്ധി നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആർക്കാണ് ബുദ്ധി ഇല്ലാത്തത്? എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആരെയും കുറച്ച് കാണരുത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മനിന്ദ, ആത്മവിമർശനം, ആത്മാഭിമാനക്ഷതം മാറ്റാൻ പാടില്ല. സ്വയം വില കുറച്ച് വില താഴ്ത്തി ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും പാടില്ല. കാരണം നമ്മിൽ ആ ദൈവാംശമാണ്, നമ്മിൽ ആ ദൈവ ചൈതന്യം തന്നെയാണ് എല്ലാവരിലും. അതെ. അതുകൊണ്ട് കുറ്റപ്പെടുത്താതിരിക്കൂ, വിമർശിക്കാതിരിക്കൂ, പഴിചാരാതിരിക്കൂ. നാം നമ്മെ തന്നെയും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെയും പഴിചാരാതിരിക്കുക. അതാണ് ബുദ്ധി, അതാണ് വിവേകം, അതാണ് തിരിച്ചറിവ്. 9605743596 എന്ന നമ്പർ. അതുകൊണ്ട് ബുദ്ധി നമുക്ക് ഉണ്ട്. കൂടുതൽ ബുദ്ധി നമുക്ക് നേടാൻ വരിക. ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റൽ ആയത്തിൽ ഇവിടുത്തെ സൈക്കോളജിസ്റ്റാണ്. മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, നമ്മുടേതാണ്. വരിക. വെൽക്കം. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. കൂടുതൽ ബുദ്ധി നമുക്ക് നേടാം. അതിനുള്ള മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് സ്വയം സംശയിക്കേണ്ട. വരിക.